മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്ധന സെസ് വർധനയ്ക്കെതിരെ നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വാർത്തയുടെ വിവരങ്ങളുമായി അമൽനാഥ് ചേരുന്നു. അമൽ, യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ജലവില വർധനവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിന്റെ ബജറ്റ് അവതരണത്തിലെ ജനദ്രോഹ ബജറ്റാണെന്ന് ആരോപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ ആണ് സംഘർഷമുണ്ടായിരിക്കുന്നത്. വലിയൊരു ജനക്കൂട്ടം തന്നെയായിരുന്നു ഈ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായി ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അവർ ഒരു ബൈക്ക് കത്തിച്ചുകൊണ്ടായിരുന്നു അവിടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടായിരുന്നു. തീ ആളിപ്പടർന്ന സാഹചര്യമായിരുന്നു. ഈ തീ അണയ്ക്കാൻ വേണ്ടി പോലീസ് വെള്ളം ഉപയോഗിച്ചപ്പോൾ പോലീസുകാർക്ക് നേരെ സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു. നിമിഷങ്ങൾക്കകം തന്നെ സംഘർഷം ഇല്ലാതാക്കാൻ പോലീസിന് സാധിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ നേതാക്കളായ ശബരിനാഥും ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ പോലുള്ള നേതാക്കളൊക്കെ ഈ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. നൂറുകണക്കിന് പ്രതിഷേധക്കാർ ഇവിടേക്ക് തടിച്ചുകൂടിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ ബജറ്റിനെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ ശക്തമായ പ്രതിഷേധം നടന്നിരിക്കുന്നത്. നികുതി ഭീകരത, വിലക്കയറ്റം, വിഭജന വഞ്ചന എന്നീ ആരോപണങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ ബജറ്റിനെതിരെ യൂത്ത് കോൺഗ്രസ് ഇവിടെ ആരോപിച്ചിരിക്കുന്നത്. ഈ പ്രതിഷേധം സംഘർഷത്തിലേക്ക് പോയെങ്കിലും ഇപ്പോൾ ഇവിടെ അവർ ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വ്യക്തമാണ് അമൽ. ഇന്ധന സെസ് വർധനയ്ക്കെതിരെ നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വാർത്തയുടെ വിശദാംശങ്ങൾ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിന്റെ സംഘർഷത്തിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഇന്ധന സെസ് വർധനയ്ക്കെതിരെ നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അമൽനാഥ്.